നമസ്കാരം. കേരളത്തിലെ എല്ലാ മേഖലകളിലും കൈകടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഭരണ സംവിധാനമുണ്ട്, CPM ആണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് മാത്രം എല്ലാ മേഖലകളിലും കൈകടത്തിക്കൊണ്ട് എല്ലായിടത്തും അഴിമതി നടത്തിക്കൊണ്ട് ജയിലുകളിൽ വരെ കടന്നു കയറിക്കൊണ്ട് CPM എന്ന രാഷ്ട്രീയ സംഘടന കാണിക്കുന്ന തോന്നിയാസങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് എന്ത് തോന്നിയാസവും കാണിക്കാം, ഏത് മേഖലയിലും കയറി തലയിടാം. ഡിവൈഎഫ്ഐക്കാർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളത് വാർത്ത ചെയ്തിരുന്നു. തത്വമേ ലവ് ജിഹാദ് ജാർഖണ്ഡിൽ നിന്നോ മറ്റു വന്ന ആളുകൾക്ക് ഇവിടെ ഡിവൈഎഫ്ഐ സ്വീകരണം കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഡിവൈഎഫ്ഐ സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത. ഇവിടെ മത തീവ്രവാദികൾക്ക്, ഇവിടെ ബോംബുണ്ടാക്കുന്നവർക്ക്, ഇവിടെ കത്തിയും വാളും പള്ളികളിലും മറ്റും സൂക്ഷിച്ചു വച്ചിരിക്കുന്നവർക്ക്, ഇവിടെ കൊല്ലും കൊലയും നടത്തുന്നവർക്ക്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർക്ക്, കൂട്ടക്കൊല നടത്തുന്നവർക്കൊക്കെ തന്നെ പിന്തുണ കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതാണ് CPM. ഈ വെഞ്ഞാറമൂട് നടന്ന തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ ഈ അഫാൻ, ഈ കൊലപാതകയുടെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇയാളെ വെള്ളപൂശിക്കൊണ്ട് എത്രയേറെ പേരാണ് രംഗത്ത് വന്നത്. അതിൽ പ്രമുഖരായ പല ഡിവൈഎഫ്ഐക്കാരും CPMക്കാരും SFIക്കാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഖേദകരം. അതായത് ഒരു നാട്ടിൽ ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിൽ ഉൾപ്പെട്ടത് ആരായാലും, അത് ഏത് പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഏത് മതക്കാരൻ എന്ന് നോക്കാതെ വേണം നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് അയാളെ കൊണ്ടുവരാൻ. അതാണ് ന്യായമായ കാര്യം. ഇവിടെ അത്തരത്തിൽ നിയമ സംവിധാനത്തിൽ ഇടപെടാൻ പറ്റുമോ എന്നറിയില്ല. CPM അതും ചെയ്യും. പക്ഷേ ഒരു വ്യക്തിയുടെ ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയവും ഒക്കെ നോക്കിക്കൊണ്ട് പ്രതികരിക്കുകയും പ്രീണനം എന്ന നെറികെട്ട ആ ഒരു തത്വം, എന്നെ തത്വം എന്ന് വിളിക്കാമോ എന്നറിയില്ല, അത്തരത്തിൽ ഒരു കാര്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ രീതി. നേരത്തെ ഈ ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിൻ, അവർ ഒരു വിദേശ വനിതയെ ആക്രമിച്ചതടക്കമുള്ള കേസുകൾ അവർക്ക് നേരെയുണ്ട്. എന്നിട്ടും അവരെ നല്ല നടപ്പിന് അവർക്ക് അവരുടെ ജീവപര്യന്തം ശിക്ഷ കാലാവധിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പ്രത്യേക യോഗം കൂടുകയും അവർക്ക് ഇളവ് അനുവദിക്കുകയും ചെയ്തു. അതായത് ക്രിമിനലുകൾക്കും കൊള്ളിവെപ്പുകാർക്കും ബലാത്സംഗ വീരന്മാർക്കും തട്ടിപ്പുകാർക്കും കൊലപാതകികൾക്കും ഒക്കെ തന്നെ CPMൽ ചേരാം. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. നിങ്ങൾ എന്ത് രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയാലും, എന്ത് രീതിയിൽ നിങ്ങൾ കുറ്റകൃത്യം ചെയ്താലും, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും നിങ്ങൾക്ക് CPM എന്ന പാർട്ടിയുടെ പിന്തുണയുണ്ടാകും. കാരണം CPM അങ്ങനെയാണ്. ഇവിടെ കൊലപാതകികളും ഗുണ്ടകളും രക്ഷപ്പെട്ടു നിന്നാലേ, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം പുതിയ തലമുറ CPMലേക്ക് കടന്നു വരുന്നില്ല അധികം. കുറെ മണ്ടന്മാര് പിള്ളേർ ഇപ്പൊ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, DYFI എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവരും ഇതുപോലെ തന്നെ ഓരോ തോന്നിയാസം കാണിക്കാനും കഞ്ചാവ് കച്ചവടം നടത്താനും അതുപോലെ തന്നെ കഞ്ചാവ് കൈമാറ്റം ചെയ്യാനും വലിക്കാനും കോളേജുകളിൽ കയറി സ്ത്രീകളെ ആക്രമിക്കാനും ഒക്കെയുള്ള ലൈസൻസ് ആയിട്ടാണ് SFIയിലും DYFIയിലും ഒക്കെ അവർ ചേരുന്നത്. നമ്മൾ ഇതിനു മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് നെറികേട് കാണിച്ചാലും അതിനൊക്കെ തന്നെ CPMന്റെ പിന്തുണ കിട്ടും. നിങ്ങൾക്ക് എന്ത് നെറികേട് കാണിക്കണോ നിങ്ങൾ ആദ്യം പോയി CPMലോ DYFIയിലോ SFIയിലോ ചെയ്യും. നിങ്ങൾക്ക് എന്ത് നെറികേടും കാണിക്കാം. നിങ്ങൾക്ക് പോലീസുകാരെ തല്ല, നിങ്ങൾക്ക് നാട്ടുകാരെ തല്ല, നിങ്ങൾക്ക് ബോംബിടാം, നിങ്ങൾക്ക് വടിവാളുമായി നടക്കാം, കോടാലിയുമായി നടക്കാം, നിങ്ങൾക്ക് മയക്കുമരുന്ന് കൂളായിട്ട് വഴിയിലിട്ട് വിൽപ്പന നടത്താം, കഞ്ചാവ് കടത്താം, എന്തും ചെയ്യാം. പാർട്ടി കൂടെ ഉണ്ടാകും, പാർട്ടി സംവിധാനങ്ങൾ കൂടെ ഉണ്ടാകും. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, കൊലപാതകികളും ഗുണ്ടകളും മയക്കുമരുന്നുകാരും അതുപോലെ കുറ്റവാളികളും ഒക്കെ തന്നെ ധാരാളമായി കടന്നു വന്നെങ്കിൽ മാത്രമേ CPMന് തല്ലാനും കൊല്ലാനും ആളെ ലഭിക്കുകയുള്ളൂ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവിധ സ്വാഗതവും മോദിക്കൊണ്ട് CPM നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ക്രിമിനലാകണോ, നിങ്ങൾ CPMന്റെ ഭാഗമാകൂ, നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കിട്ടും. ഇനി നിങ്ങൾ ജയിലിലായാൽ കൂടി നിങ്ങളെ പ്രത്യേക മന്ത്രിസഭയാൽ കൂടി നിങ്ങൾക്ക് ശിക്ഷ ഇളവ് വരുത്തും. നിങ്ങൾക്ക് വേണ്ടി പാർട്ടി ജനങ്ങളുടെ പണം കൊണ്ട് കേസ് വാദിക്കും. ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്നവരെ ആ കേസ് മുഴുവൻ വാദിച്ചത് ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ പണം കൊടുത്താണ് CPM വാദിച്ചത്. അപ്പം അത്തരത്തിൽ പാർട്ടി തന്നെ പ്രത്യേകമായി ഇടപെട്ട് സർക്കാർ സംവിധാനം വഴി വാദം നടത്തും, നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കും. ഇനി നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാലും നിങ്ങൾക്ക് ജയിലിൽ സകലവിധ സുഖസൗകര്യങ്ങളോടും കൂടി 4 നേരം ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയാം. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പുറത്തിറങ്ങാം. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം പാർട്ടി നോക്കും. ഇങ്ങനെയൊരു പാർട്ടി ലോകത്തെങ്ങും കാണില്ല. ഇത്രയധികം കുറ്റവാസന പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം യുവാക്കളെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാർട്ടി വേറെ ലോകത്ത് ഒരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളീയർക്ക് തന്നെ നാണക്കേടാണ് എന്നതാണ് സത്യം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.